കൊറിയ ജപ്പാൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറിയയുടെ ഒരുപിടി ഓർമ്മകളുമായി ഞങ്ങൾ ജപ്പാനിലേക്ക് യാത്ര തിരിച്ചു. കൊറിയയിലെ ബുസാൻ നഗരത്തിൽ നിന്നും ഞങ്ങളുടെ യാത്ര ജപ്പാനിലേക്ക്. ബുസാൻ നഗരം ഒരു തീരദേശ നഗരം കൂടിയാണ്. ബുസാൻ കൊറിയയുടെ പ്രധാന വാണിജ്യ വ്യവസായ നഗരം കൂടിയാണ്. ജപ്പാന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ബുസാനാണ്. കൊറിയയ്ക്കും ജപ്പാനും ഇടയ്ക്ക് ഒരു കടലിടുക്കുണ്ട്. ഇതിൻ്റെ പേര് ബേ ഓഫ് ജപ്പാൻ എന്നാണ്. ഇതിൻ്റെ ദൂരം 180 കിലോമീറ്ററാണ്. സ്പീഡ് ബോട്ടിലോ ക്രൂയിസിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ബുസാനിൽ നിന്നും ജപ്പാനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഞങ്ങൾ ആദ്യം ബോട്ടിലാണ് ബുക്ക് ചെയ്തിരുന്നത്. എന്തോ കാരണവശാൽ ആ ബോട്ട് ക്യാൻസലായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പിന്നീട് പോയത്. ഏകദേശം 45 മിനിറ്റാണ് ഫ്ലൈയിങ് ടൈം. ബുസാൻ നഗരത്തിലെ പ്രധാന കാഴ്ചകളെല്ലാം പിന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് നീങ്ങി. 50-60 നിലകളുള്ള കെട്ടിടങ്ങളും ഫ്ലൈ ഓവർ ബ്രിഡ്ജുകളും എന്നുവേണ്ട എല്ലാം ചേർന്ന് ബുസാൻ്റെ നഗരം വളരെ ഭംഗിയുള്ളതാക്കുന്നു. അടുക്കുതട്ടുകൾ പോലെയുള്ള ഫ്ലൈ ഓവറുകളും ഒരേ ഫ്ലൈ ഓവറിൽ നിന്നു തന്നെ പല വഴിക്കുള്ള മാർഗങ്ങളും, ഇതെല്ലാം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരുവാൻ പറ്റാതെയാകും. എന്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഫ്ലൈ ഓവറുകളും റോഡുകളും മറ്റും നിർമ്മിക്കുന്നത് എന്നറിയുന്നില്ല. നമ്മുടെ നാട്ടിലെന്തേ ഒരു മഴ കഴിയുമ്പോഴേക്കും ഫ്ലൈ ഓവറുകളെല്ലാം പൊട്ടി വീഴുന്നത്? ഗതാഗതത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ നമുക്ക് സഞ്ചരിച്ചാൽ സഞ്ചാരത്തിനുള്ള സമയം ഒരുപാട് ലാഭിക്കാം. ഇത്രയും ദിവസം കൊറിയയിൽ ഞങ്ങൾ താമസിച്ചിട്ടും നമ്മുടെ നാട്ടിലേക്കാട്ടിലും എത്രയോ അധികം വാഹനങ്ങൾ ഉണ്ടായിട്ടും ഒരു ദിവസം പോലും ട്രാഫിക് ബ്ലോക്ക് എന്നൊരു സംഗതി ഞങ്ങൾ കണ്ടില്ല. ഒരു 50 കൊല്ലത്തേക്കോ 100 കൊല്ലത്തേക്കോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെയുള്ള റോഡുകളും ബിൽഡിങ്ങുകളും എല്ലാം പണി ചെയ്യുന്നത് എന്ന് തോന്നുന്നു. കൊറിയയിലും ജപ്പാനിലുമുള്ള ലോക്കൽ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, അവിടെ സമരമോ ജാഥയോ നടത്തണമെങ്കിൽ അത് നടത്തുന്നവർ മുൻകൂട്ടി ഗവൺമെൻറ്റിൽ നിന്നും പെർമിഷൻ വാങ്ങുകയും അത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അവധി ദിവസങ്ങളിലോ മാത്രമേ നടത്താൻ പാടുകയുള്ളൂ എന്നുമാണ്. മാത്രമല്ല, ഈ ജാഥയ്ക്കോ സമരത്തിനോ വരുന്നവർക്ക് ശമ്പളം കൊടുക്കണമെന്നും ഭക്ഷണം കൊടുക്കണമെന്നും നിയമമുണ്ടത്രേ. ജാഥയോ സമരമോ നടത്തുന്ന ഗ്രൂപ്പുകാർ മുൻകൂറായി ഗവൺമെൻറ്റിലേക്ക് ഫീസ് അടച്ചു വെക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ള പെർമിഷൻ കൊടുക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ബുസാൻ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ യാത്രയാക്കാൻ വന്നിരുന്നു. ഗൈഡിനോടും കൊറിയയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത പ്രദേശമായ ജപ്പാനിലേക്ക്. ഇത് ബുസാൻ എയർപോർട്ട്. വിമാനം ആകാശത്തിൽ നിന്നുള്ള കാഴ്ചകൾ സമ്മാനിച്ച് ജപ്പാനിലേക്ക്. കൊറിയയുടെ ആകാശക്കാഴ്ചകൾ ഒരു വേറിട്ട ദൃശ്യം തന്നെയാണ്. 50-60 നിലകളുള്ള ബിൽഡിങ്ങുകൾ ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ തീപ്പെട്ടികൾ അടുക്കി വെച്ചതുപോലെയുണ്ട്.
ഈ നദിയുടെ കുറുകെയുള്ള ഈ പാലത്തിലൂടെയെല്ലാം ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഞങ്ങൾ അനവധി പ്രാവശ്യം സഞ്ചരിച്ചു. അനവധി ചെറിയ കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ് കൊറിയയും ജപ്പാനും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഭൂകമ്പങ്ങളെയെല്ലാം അതിജീവിക്കാൻ കഴിവുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ജപ്പാനിലെ ഫുജി എന്ന അഗ്നിപർവ്വതമാണ്. ഇത് മിക്ക സമയത്തും ഐസ് മൂടി കിടക്കുന്നു. ഫുജി പർവ്വതം ആകാശത്ത് നിന്ന് കാണുന്നത് ഒരത്ഭുതം തന്നെയാണ്. ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിപാവനമായിട്ടുള്ള ഒരു പർവ്വതമാണ് ഫുജി. ഞങ്ങൾ ജപ്പാനിലെത്താറായി. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.